പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് മാർച്ച് മാസം 1-ാം തീയതി ഞായറാഴ്ച. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നത്തെ ഞായറാഴ്ചയിൽ സുവിശേഷമായി നാം വായിച്ചു കേട്ടത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ളതായ വേദഭാഗങ്ങൾ ആകുന്നുവല്ലോ. ഇന്ന് അതിലെ 5-ാമത്തെ വാക്യം നാം ഇന്ന് ധ്യാനിക്കുകയാണ്. ഈ വചനം വിശ്വാസത്തിന്റെ ശക്തിയും അതിൻ്റെ പരസ്പര ഉത്തരവാദിത്വവും നമ്മെ പഠിപ്പിക്കുന്നു. നാം ഓർക്കേണ്ട പ്രധാന സന്ദേശം ഇതാണ്: വിശ്വാസം മറ്റൊരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനാകുന്ന ദൈവിക ശക്തിയാണ് എന്നതാണ്. ഈ വേദഭാഗത്തിൽ ഒരു പക്ഷവാതക്കാരനായ മനുഷ്യനെ 4 പേർ കിടക്കയിൽ കിടത്തി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അവിടെ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. വാതിൽ വഴിയായി കടക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അവർ പിന്മാറാതെ മേൽക്കൂര പൊളിച്ച് രോഗിയെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കും. അവൻ്റെ ഈ സുഹൃത്തുക്കളുടെ പ്രവൃത്തിയിൽ പ്രതിഫലിച്ചത് കൈവിടാത്ത വിശ്വാസവും ലക്ഷ്യബോധവുമായിരുന്നു. അവർ തടസ്സങ്ങളെ കണ്ടില്ല, യേശുവിനെ അവർ കാണുന്നു. ജനക്കൂട്ടത്തെ കാണുന്നില്ല, രക്ഷയുടെ വാതിൽ അവർ കാണുന്നു. ഈ സംഭവത്തിൽ ഈ പ്രത്യേക വാക്യം നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. അവരുടെ വിശ്വാസം കണ്ട യേശു അവിടെ പ്രവർത്തിക്കുന്നു. ഈ വാക്കുകൾ യേശു അവനെ കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസം കണ്ടു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം എന്നതാണ്. യേശു പറയുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നാണ് ആദ്യമായിട്ട് അവനോട് പറയുന്നത്. അവൻ ശരീര സൗഖ്യം നേടി, അത് തേടി വന്നിരുന്നുവെങ്കിലും യേശു ആദ്യം അവൻ്റെ ആത്മാവിനെ സൗഖ്യമാക്കുന്നു. അതിലൂടെ ആത്മീയ സൗഖ്യം ശാരീരിക സൗഖ്യത്തെക്കാൾ പ്രധാനമാണ് എന്നത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ആത്മീയമായി പക്ഷാഘാതം പിടിച്ചവർ അനേകരുണ്ട്. പ്രാർത്ഥിക്കുവാൻ കഴിയാത്തവർ, ദൈവസന്നിധിയിലേക്ക് വരാൻ മടിക്കുന്നവർ, നിരാശയിൽ വീണവർ, പ്രത്യാശ നഷ്ടപ്പെട്ടവർ, അങ്ങനെ അനേകർ. എന്നാൽ നമ്മുടെ വിശ്വാസം അവരുടെ ജീവിതത്തിൽ ഒരു പാലമായി തീരേണ്ടതുണ്ട്. ഒരു അമ്മയുടെ വിശ്വാസം മകൻ്റെ ജീവിതത്തെ മാറ്റാമല്ലോ. ഒരു സമൂഹത്തിൻ്റെ പ്രാർത്ഥന ആ ഇടവകയെ മാറ്റുവാൻ സാധിക്കുമല്ലോ. ഒരു സുഹൃത്തിൻ്റെ പ്രാർത്ഥന ഒരു കുടുംബത്തെ ഉയർത്തുവാൻ സാധിക്കുമല്ലോ. എന്നതുപോലെ നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ, അവരെ മാറ്റത്തിലേക്ക് നയിക്കുവാൻ ഇടയായി തീരണം. ഇവിടെ നാം കാണുന്നു, 4 പേരും ഒരുമിച്ച് ആ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അതൊരു കൂട്ടായ വിശ്വാസമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യക്തിപരമായ വിശ്വാസത്തോടൊപ്പം കൂട്ടായ പ്രാർത്ഥനയുടെ ശക്തിയും അത്യാവശ്യമാണ് എന്ന് ഇത് തെളിയിക്കുന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടപ്പോൾ പ്രതികരിച്ചു. ഇത് വിശ്വാസം ദൈവഹൃദയത്തെ സ്പർശിക്കുന്നു. കൂട്ടായ വിശ്വാസം അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു എന്ന സത്യത്തെ വ്യക്തമാക്കുകയാണ്. അതിനാൽ നാം ഇന്ന് ചോദിക്കണം, എൻ്റെ വിശ്വാസം എൻ്റെ മാത്രം രക്ഷയ്ക്കായാണോ, അതോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ എൻ്റെ വിശ്വാസത്തിന് സാധിക്കുന്നുണ്ട്? നമ്മുടെ വിശ്വാസം തടസ്സങ്ങളെ തകർത്ത് മുന്നേറുന്ന പ്രത്യാശയായി മാറണം. നമ്മുടെ വിശ്വാസം മറ്റൊരാളുടെ ക്ഷമയും സൗഖ്യവും പ്രാപിക്കുന്നതിനുള്ള വഴിയായി തീരണം. യേശു ഇന്ന് നമ്മുടെ വിശ്വാസം കാണുന്നുണ്ട്. അവൻ എന്നും ക്ഷമിക്കുന്നവനാണ്.
അവനെന്നും സൗഖ്യം നൽകുന്നവനാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്കൊരു ദീപമായി പ്രകാശിക്കുവാൻ നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. അത് സ്വാർത്ഥതയിൽ അടഞ്ഞു പോകാതെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായ രീതിയിൽ ആയിത്തീരാൻ ഇടയാക്കണമേ. ആത്മീയമായി ക്ഷീണിച്ചവരെ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനുള്ള കരുണയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. നോമ്പുകാലം ഞങ്ങളുടെ ജീവിതത്തിൽ പുതുക്കത്തിൻ്റെയും ക്ഷമയുടെയും രക്ഷയുടെയും അനുഭവമായി മാറുവാൻ ഇടയാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.